നമസ്കാരം. DMK നേതാവും തമിഴകത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും തിരക്കഥാകൃത്തുമായ M. കരുണാനിധിയുടെ 100ാം ജന്മദിന ആഘോഷങ്ങൾ വിപുലമായ രീതിയിൽ തന്നെ കൊണ്ടാടുകയാണ് തമിഴ്നാട്. ഇതിനുവേണ്ടി കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ കലൈഞ്ചർ 100 എന്ന പേരിൽ ഒരു ജന്മവാർഷിക ചടങ്ങ് ഉൾപ്പെടെ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ ചടങ്ങ് ഇപ്പോൾ തമിഴകത്ത് വലിയ വിവാദമായിരിക്കുകയാണ്. കാരണം ചടങ്ങിലേക്ക് ക്ഷണിക്കപ്പെട്ട അതിഥികളിൽ പകുതിയിലധികം പേരും ഇതിൽ പങ്കെടുത്തില്ല എന്നത് തന്നെയാണ് പുതിയ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുന്നത്. തമിഴ് സിനിമയിലെ മുൻനിരക്കാരായ രജനികാന്ത്, കമൽഹാസൻ തുടങ്ങിയ ആളുകൾ ചടങ്ങിന് എത്തിയെങ്കിൽ പോലും അജിത്, വിജയ്, വിശാൽ, സിംബു, തൃഷ തുടങ്ങിയ താരങ്ങളൊന്നും തന്നെ അവർക്ക് ക്ഷണമുണ്ടായിരുന്നിട്ടും ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ടായിരുന്നില്ല. 2ാം നിര താരങ്ങളിൽ സൂര്യ മാത്രമാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയത്. എന്തായാലും തമിഴ് സിനിമ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ആണ് ഇത്തരത്തിലുള്ള ഒരു ചടങ്ങ് സംഘടിപ്പിച്ചത്. എന്നിട്ടും എന്തുകൊണ്ടാണ് താരങ്ങൾ ഇതിൽ നിന്നും വിട്ടുനിന്നത് എന്ന കാര്യമാണ് ഇപ്പോൾ ചർച്ചയാക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി സർക്കാരിനെതിരെ വളരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചുകൊണ്ട് തന്റെ രാഷ്ട്രീയ പ്രവേശനത്തിന് വേണ്ടി കച്ചകെട്ടിയിരിക്കുന്ന വിജയ് ഇതിൽ പങ്കെടുക്കാത്തതിൽ വലിയ അതിശയമൊന്നുമില്ല. മാത്രമല്ല, വിജയുടെ ആരാധക സംഘടനയായ വിജയ് മക്കൾ ഇയക്കത്തിന്റെ പേരിൽ കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ വിജയ് പുതുതലമുറയോട് പറഞ്ഞ ചില വാക്കുകൾ ഉണ്ടായിരുന്നു. അംബേദ്കർ, പെരിയാർ എന്നീ നേതാക്കളുടെ വഴി വേണം പിന്തുടരാൻ എന്ന് പറഞ്ഞപ്പോൾ മനഃപൂർവ്വം തന്നെ കരുണാനിധിയുടെ പേര് വിജയ് പറഞ്ഞിരുന്നില്ല. ഇതൊക്കെ തന്നെയും ഇപ്പോൾ വിജയും DMK കുടുംബവും തമ്മിലുള്ള ഒരു പോരിലേക്ക് നയിച്ചിട്ടുമുണ്ട്. എന്തായാലും തമിഴ് സിനിമയിൽ വലിയ നിയന്ത്രണമുള്ള ഉദയനിധി സ്റ്റാലിന്റെ നേതൃത്വത്തിലാണ് തമിഴ് സിനിമ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഈ കലൈഞ്ചർ 100 എന്ന പേരിൽ ചടങ്ങ് സംഘടിപ്പിച്ചത്. തമിഴ് സിനിമാ ലോകത്തു നിന്നുള്ള താരങ്ങൾ മാത്രമല്ല, മറിച്ച് ജനങ്ങളും ഈ ചടങ്ങിൽ അധികമായി പങ്കെടുത്തിരുന്നില്ല. കാരണം അധികവും ഒഴിഞ്ഞ കസേരകളുടെ വീഡിയോ ദൃശ്യങ്ങൾ അല്ലെങ്കിൽ ഫോട്ടോകളൊക്കെ ചടങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൈബർ ഇടങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. എന്തായാലും കലൈഞ്ചർ 100 എന്ന പേരിൽ നടത്തിയ ഈ ചടങ്ങ് ഇപ്പോൾ കാലി ചെയർ 100 എന്ന പരിഹാസത്തോടു കൂടിയാണ് നിലവിൽ സൈബർ ഇടങ്ങളിൽ നിറയുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.